നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 കൺസെപ്റ്റുകളാണുള്ളത്. അതിലൊന്നാമതാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഗുഡ്സിൻ്റെയും വാല്യൂ, എല്ലാ സർവീസിൻ്റെയും വാല്യൂ, ഇതിൻ്റെ ഒരു ആകെത്തുകയാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ വാല്യൂവും സർവീസിൻ്റെ വാല്യൂവും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് NSO ആണ്. NSO എന്നാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് തന്നെയാണ്. അതായത് രാജ്യത്തുള്ള ആകെ പ്രൈവറ്റ് കൺസംഷൻ എത്രയാണെന്ന് നോക്കണം, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കണം, അതുപോലെ തന്നെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് GDP കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ GDP തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് നോമിനൽ GDP. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഗുഡ്സിൻ്റെ വാല്യൂ എടുക്കും. അതിൽ ഇൻഫ്ലേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ട് കറണ്ട് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ആ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഇനി റിയൽ GDP എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് ഇൻഫ്ലേഷനും കൂടെ ചേർത്തിട്ട് ഒരു ഫിക്സഡ് ഇയറിലേക്ക്, അതായത് ആ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് നടക്കുന്ന എല്ലാ കമ്മോഡിറ്റീൻ്റെ വാല്യൂ കറണ്ട് മാർക്കറ്റ് റേറ്റ് അല്ലാതെ ഫിക്സഡ് റേറ്റ് അനുസരിച്ച് ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പറയുമ്പോഴാണത് റിയൽ GDP ആകുന്നത്. അങ്ങനെ 2 തരം, ഒന്ന് നോമിനൽ GDP, 2 റിയൽ GDP. ഇങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ത്? ഒന്നാമത് ഒരു രാജ്യത്തിൻ്റെ വളർച്ച, അതിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ നിരക്ക്, അതെങ്ങനെയാണെന്ന് നമ്മൾ അസസ് ചെയ്യുന്നത് GDP നോക്കിയിട്ടാണ്. രണ്ടാമതായിട്ട് ഒരു രാജ്യത്തിൻ്റെ ആ സ്റ്റാറ്റസ് എന്താണ്, അതായത് ലോക എക്കണോമിക് ഫോറത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ GDPയുടെ വളർച്ചാ നിരക്ക് എടുത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും GDPയുടെ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് രാജ്യത്തിനെ മുന്നോട്ട് നമ്മൾ നയിക്കുക. ഇനി ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് 2 തരത്തിലുള്ളതുണ്ട്. കാറ്, ഫർണിച്ചർ ഇതുപോലുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ളത്, ഫുഡ്, ക്ലോത്ത് പോലെയുള്ള നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ളത്. ഈ 2 കമ്പോണൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ. ഇത് കൂടാതെ ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് മേഖല മുതലായ സർവീസ് മേഖലകളും കൂടി നമ്മൾ ഈ GDPയുടെ കോമ്പോണൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത ടേം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് NDP അഥവാ നാഷണൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. എന്താണ് NDP? നാഷണൽ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൻ്റെ മുകളിൽ അതിന് ഓരോ വർഷവും വരുന്ന ഈ ടെയർ ആൻഡ് വെയർ, ഇതാണ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ വാല്യൂ ഓരോ വർഷവും അസറ്റിൻ്റെ കുറഞ്ഞിരിക്കും. ആ ഡിപ്രീസിയേഷൻ നമ്മൾ GDPയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് NDP ലഭിക്കും. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, എപ്പോഴും NDP ദാറ്റ് ഷുഡ് ബി ലോവർ ദാൻ GDP. കാരണം GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് NDP കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ NDP ഒരു രാജ്യത്തിൻ്റെ GDPയേക്കാളും താഴെയായിരിക്കും. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ഒരു രാജ്യത്ത് ഡിപ്രീസിയേഷൻ മൂലം GDPയിൽ എത്ര കുറവ് വരുന്നു എന്നുള്ള ഒരു ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിന് ഈ NDPയുടെ വിലയിരുത്തൽ വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് ആ ഡിപ്രീസിയേഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള പ്രായോഗിക വശം കൂടെ ചിന്തിക്കുമ്പോൾ ആക്ച്വൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോത്ത് വളരെയധികം
ഉയരുന്നതായിരിക്കും. ഇനി വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GDPയുടെ വാല്യൂവിൻ്റെ കൂടെ നമുക്ക് വിദേശത്തു നിന്ന് വരുന്ന ഇൻകം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. വിദേശത്തു നിന്ന് വരുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് വഴിയുള്ളതല്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺസ് ഇങ്ങോട്ട് അയക്കുന്ന ഇൻകം കൂടെ ചേർക്കും. അപ്പോൾ GDPയുടെ കൂടെ ആ വിദേശത്ത് നിന്ന് വരുന്ന ഇൻകം കൂടെ ആഡ് ചെയ്യുമ്പോൾ GNP കിട്ടും. ഈ GNPയുടെ കാൽക്കുലേഷനിൽ എപ്പോഴും ഇന്ത്യ ഒരു ഗെയിനർ തന്നെയാണ്. കാരണം ധാരാളം ഇന്ത്യക്കാർ വിദേശത്ത് ജോലി ചെയ്യുകയും അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് വരുന്ന പണം GDPയുടെ കൂടെ കിട്ടുന്ന GNPയിൽ ഇന്ത്യ എപ്പോഴും മുൻപിലാണ്. പിന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പണം, അതിൽ നിന്ന് നമുക്കുന്ന ഇൻട്രസ്റ്റും ഈ ഗൈനിൻ്റെ കൂടെ നമ്മൾ കൂട്ടും. അപ്പോൾ GDPയുടെ കൂടെ ഈ വിദേശത്തു നിന്ന് വരുന്ന പണം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് GNP ലഭിക്കും. അതേപോലെ GNPയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊന്നാണ് ഗ്രാൻറ്റുകൾ. അതായത് ഇന്ത്യ മറ്റുള്ളവർക്ക് ഗ്രാൻറ്റ് കൊടുക്കും, അതുപോലെ ഇന്ത്യക്ക് ഗ്രാൻറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കേസിലും നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രാൻറ്റുകൾ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ കുട്ടികൾക്കും ഇന്ത്യക്കും ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫാക്ടറും GDPയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ GNP കൂടാൻ ഇടയാണ്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് അവർ ഇൻകം. നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻകം കുറച്ചുകൂടെ ക്വാളിറ്റിയോടുകൂടി ക്വാണ്ടിറ്റേറ്റീവായിട്ടും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ GDPയുടെ കൂടെ ഈ ഫാക്ടേഴ്സും കൂടെ കൂട്ടണം. അതൊക്കെ നമ്മുടെ റിയൽ ഇൻകമായിട്ട് വരുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. GNP, ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ്റെ ഫാക്ടർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് NNP ലഭിക്കും. NNP എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇതാണ് NNP. അപ്പോൾ NNP കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഇതിൽ ഈ NNP കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ആക്ച്വലി NNPയെ നമ്മൾ ഈ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഓരോ പൗരനും എത്ര ഇൻകം വരുന്നുണ്ടെന്നുള്ള ആക്ച്വൽ കണക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ NNPയെ പോപ്പുലേഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി GVA എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ GVA നമുക്ക് കിട്ടാൻ എപ്പോഴും നമ്മൾ GDPയുടെ കൂടെ ഗവൺമെൻറ് കൊടുക്കുന്ന ചില സബ്സിഡികളുണ്ട്. ആ സബ്സിഡിയും GDPയും കൂട്ടിയിട്ട് അതിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സും മൈനസ് ചെയ്യണം. അങ്ങനെ GDP പ്ലസ് സബ്സിഡീസ് മൈനസ് ടാക്സസ്, ഇതിനെയാണ് നമ്മൾ GVA എന്ന് പറയും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ടേമാണ് PDI, അതായത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് PDI പറയുന്നത്. ഈ PDI ആക്ച്വലി ഒരു പേഴ്സൻ്റെ ഇൻകം, ആ ഇൻകത്തിൽ നിന്ന് അവൻ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് പോലെ ഡയറക്റ്റ് ടാക്സ്, അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഈ PDI എന്ന് പറയുന്നത്. ഈ PDI ആണ് എപ്പോഴും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് HDRകളെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കുന്നത് 1990കളിലാണ്. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ ആശ്രയിച്ച് യുണൈറ്റഡ് നേഷൻസ് ഇറക്കിയതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യങ്ങളും എത്രമാത്രം സാമ്പത്തികമായിട്ട് വികസിതമാണ് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മണി ട്രാൻസാക്ഷൻ മാത്രമല്ല. ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം, അവരുടെ ആരോഗ്യ നിലവാരം, അവരുടെ വിദ്യാഭ്യാസ നിലവാരം, ഇത് മൂന്നും കൺസിഡർ ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ ഒരു രാജ്യം വികസിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു രാജ്യം
വികസിതമാണോ അല്ലയോ, അവൻ്റെ HDR ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എടുത്തിട്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് യുണൈറ്റഡ് നേഷൻസ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ പറയുന്നത്. ഇനി നമ്മൾ മോണിറ്ററി പോളിസികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ മാർക്കറ്റിൽ ഈ പൈസയുടെ വാല്യൂ, അതുപോലെ മാർക്കറ്റ് റേറ്റ്, ഇതെല്ലാം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സെൻട്രൽ ബാങ്ക്, അതായത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള റിസർവ് ബാങ്ക് എടുക്കുന്ന ചില നയങ്ങളുണ്ട്. അതാണ് മോണിറ്ററി പോളിസികളെന്ന് പറയുന്നത്. അത് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് റിസർവ് ബാങ്ക് അത് നിലനിർത്തുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റുകളെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് ആവശ്യമാണ്. ഈ മോണിറ്ററി പോളിസികൾ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു 6 അംഗ സമിതിയാണ്. അപ്പോൾ 6 അംഗ സമിതിയാണ് നമ്മുടെ മോണിറ്ററി പോളിസികൾ നോക്കുന്നത്. റിസർവ് ബാങ്കിലെ ഗവർണർ, അതുപോലെ റിസർവ് ബാങ്കിലെ തന്നെ ഡെപ്യൂട്ടി ഗവർണർ, അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് RBIയുടെ റിസർവ് ബാങ്കിൻ്റെ സ്റ്റാഫ്, ബാക്കി 3 പേര് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫുകളായിരിക്കും. ഇവരാണ് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ വില നിലവാരവും എല്ലാം പിടിച്ചു നിർത്തുന്നവർ. ഇതിൽ ഒന്നാമത്തെ ടേം, അതായത് റിപ്പോ റേറ്റ് എന്ന് പറയും. ആ റിപ്പോ റേറ്റ് നിശ്ചയിക്കുന്നത് റിസർവ് ബാങ്കാണ്. അതായത് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കുന്ന കടത്തിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതിന് ആനുപാതികമായിട്ടാണ്, ഈ റിപ്പോ റേറ്റിന് ആനുപാതികമായിട്ടായിരിക്കും ബാങ്കുകൾ മറ്റ് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതും അതിൻ്റെ ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്ന പണത്തിൻ്റെ ഇൻട്രസ്റ്റ് ആക്ച്വലി നിശ്ചയിക്കുന്നത് ബാങ്കുകളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് റിസർവ് ബാങ്കിൽ തന്നെ വെസ്റ്റഡ് ആണ്. കാരണം റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് എത്ര ഇടുന്നു അതിനനുസരിച്ച് ബാങ്കുകളുടെ റേറ്റ് മാറും. ഇതിൽ തന്നെ റിവേഴ്സ് റിപ്പോയുണ്ട്. ചില സാഹചര്യത്തിൽ മണിയുടെ ഷോർട്ടേജ്, അതായത് ഡോളറിൻ്റെയൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ റിസർവ് ബാങ്ക് തന്നെ മറ്റ് ബാങ്കുകളിലുള്ള ആ ഫോറിൻ മണിയുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് അവർക്ക് പലിശ കൊടുക്കും, മറ്റ് ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. ഇതാണ് റിവേഴ്സ് റിപ്പോ. റിപ്പോ റേറ്റ് അനുസരിച്ച് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസ പലപ്പോഴും ബാങ്കുകൾക്ക് തികയാതെ വന്നാൽ അവർക്ക് MSF എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയും. അതനുസരിച്ച് കുറച്ചുകൂടെ ലോണുകൾ റിസർവ് ബാങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനൊരു പീനൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇതാണ് MSF ഫെസിലിറ്റി എന്ന് പറയും. അങ്ങനെ റിസർവ് ബാങ്ക് കൊടുക്കുമ്പോൾ അവരുടെ SLR നോക്കും, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേറ്റ്. ഇത് നോക്കിയിട്ടാണ് കൊടുക്കുന്നതും അതിനൊരു പീനൽ ഇൻട്രസ്റ്റ് നിശ്ചയിക്കും. ഇൻസ്ട്രുമെൻ്റ് പോളിസിയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് കൊറിഡോർ എന്ന് പറയും. അതായത് റിവേഴ്സ് റിപ്പോ നിരക്കും ഈ MSFഉം ഉൾപ്പെടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ചേർത്ത് പറയുന്ന ടേമാണ് കൊറിഡോർ. ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറയും. ഇതെപ്പോഴും ഒരു ബാങ്കിൻ്റെ CRR റിസർവ് ബാങ്ക് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഓരോ ബാങ്കുകളും അവരുടെ ആ ബാലൻസ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു പ്രത്യേക മാനദണ്ഡം റിസർവ് ബാങ്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് CRR എന്ന് പറയുന്നത്. ആ ലെവലിൽ താന്നു കഴിയുമ്പോൾ അവരെ പ്രത്യേകം വിജിലൻ്റ് ആക്കുക എന്നുള്ളത് RBIയുടെ ഉത്തരവാദിത്വമാണ്.